റിവിഷൻ സീരീസിൽ കഴിഞ്ഞ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why is configuration space important in the study of mechanics? മെക്കാനിക്കൽ സ്റ്റഡിയിൽ കോൺഫിഗറേഷൻ സ്പേസിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് സിംപ്ലിഫൈസസ് ദ അനാലിസിസ് ഓഫ് ദ സിസ്റ്റം ബൈ ഫോക്കസിങ് ഓൺ എനർജി റാദർ ദാൻ ഫോഴ്സസ്. നമ്മുടെ ഫോഴ്സസിലാണ്, അതായത് എനർജി, ഒരു സിസ്റ്റത്തിന്റെ എനർജിയാണ് അവിടെ അനലൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അല്ല, കോൺഫിഗറേഷൻ സ്പേസിൽ നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനാണ് അവിടെ ഫോക്കസ് കൊടുക്കുന്നത് കേട്ടോ, എനർജിക്കോ ഫോഴ്സിനോ അല്ല. It allows the representation of all possible states of the system using generalized coordinates. Option B ആണ് ശരിയായ ഉത്തരം. It reduces the number of variables needed to describe the system. അതുമല്ല, it directly represents the velocities and the acceleration of the particles. Configuration space നമ്മളുടെ മെക്കാനിക്കൽ സ്റ്റഡിയിൽ ഇമ്പോർട്ടന്റ് ആവാൻ കാരണം നമ്മളവിടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. For a rigid body rotating about a fixed axis, what is the dimensionality of the configuration space? Okay. ഇവിടെ നമുക്കൊരു റിജിഡ് ബോഡി ഉണ്ട്. ആ റിജിഡ് ബോഡി ഒരു കോൺഫിഗറേഷൻ സ്പേസിൽ ഒരു ആക്സിസിൽ ഫിക്സഡ് ആണ്. നമുക്ക് എത്ര ഡയമെൻഷനാലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ ഈ റിജിഡ് ബോഡിയുടെ പൊസിഷൻ അല്ലെങ്കിൽ ആ റൊട്ടേറ്റിംഗ് ബോഡിയുടെ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരേ ഒരു ആക്സിസ് മാത്രം നമുക്ക് മതിയാവും. ഓക്കെ, അതിന്റെ ഒറിജിനിലേക്ക് ഒരു പെർട്ടിക്കുലർ സിംഗിൾ ആക്സിസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ റൊട്ടേറ്റിംഗ് ബോഡിയുടെ ഡയമെൻഷനാലിറ്റി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അവിടെ നമുക്ക് ഒറ്റ ആക്സിസ് മതിയെങ്കിൽ നമുക്ക് അവിടെ ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്നത് 1 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, given a double pendulum, how many generalized coordinates are required to describe the configuration of the space? നമുക്കൊരു ഡബിൾ പെൻഡുലം തന്നിട്ടുണ്ട്. ഡബിൾ പെൻഡുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെൻഡുലം, നമ്മൾ ഒരു ഫിക്സഡ് പൊസിഷനിൽ ത്രെഡ് വെച്ച് പെൻഡുലം അതിനോട് കണക്ട് ചെയ്തിട്ട് അടുത്ത പെൻഡുലം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഡബിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പാർട്ടിക്കിൾ ഉണ്ട് കേട്ടോ, ഒരു പാർട്ടിക്കിള് 2 പാർട്ടിക്കിൾ. ഓക്കെ, ഇനി ഗിവൺ ഡബിൾ പെൻഡുലം, how many generalized coordinates are required to describe the configuration space? നമുക്ക് ഒരു പെൻഡുലത്തിന് നമുക്ക് വേണ്ടത് ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 2 പെൻഡുലം ഉണ്ട്. സോ നമുക്ക് ഇവിടെ 2 പെൻഡുലത്തിന്റെയും വേരിയേഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ് വേണം കേട്ടോ. 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ് വേണം. ഒരു പെൻഡുലം ആയതുകൊണ്ട് ഒരു പെൻഡുലത്തിന് നമുക്ക് ഒരു തീറ്റ മതി. 2 പെൻഡുലം ആവുന്ന സമയത്ത് നമുക്ക് 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആവശ്യമായിട്ട് വരും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മിസ്, അപ്പൊ ഡയമെൻഷനാലിറ്റിക്ക് വല്ല ഇക്വേഷൻ ഉണ്ടോ? അത് ഞാൻ പറയാം കേട്ടോ. അത് അതിന് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. How many independent coordinates are required to describe the configuration space of a free particle moving on the surface of a sphere? ഒരു ഫ്രീ പാർട്ടിക്കിൾ ഉണ്ട്, അത് നമ്മുടെ സ്ഫിയറിന്റെ സർഫസിലൂടെ മൂവ് ചെയ്യാണ്. ഓക്കെ, സ്ഫിയറിന്റെ സർഫസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പാർട്ടിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് എത്ര കോർഡിനേറ്റ്സ് വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സ്ഫിയറിന്റെ കേസിൽ എടുക്കുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് എടുക്കാറുണ്ട്, ആർ, തീറ്റ, ഫൈ. ഓക്കെ, ഈ ആർ, തീറ്റ, ഫൈ ആണ് നമ്മുടെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഒരു പെർട്ടിക്കുലർ സർഫസ് ഓഫ് എ പെർട്ടിക്കുലർ സ്ഫിയർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ 6 ഫിക്സഡ് ആണ്. ഓക്കെ, 6 ഫിക്സഡ് ആണ്. സോ നമുക്കിവിടെ 2 വേരിയബിൾസ് ആണ് വരിക, തീറ്റയും ഫൈയും. ഈ തീറ്റയും ഫൈയും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാർട്ടിക്കിളിന്റെ ഫ്രീ പാർട്ടിക്കിളിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അത് എവിടെയാണെന്നുള്ളത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതിന്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് തീറ്റയും ഫൈയും മാത്രം മതി. അപ്പൊ നമുക്ക് 2 കോർഡിനേറ്റ്സ് മതി, തീറ്റയും അതുപോലെ തന്നെ ഫൈയും. നമ്മുടെ അസിമുത്തൽ ആംഗിളും
പോളാർ ആംഗിളും മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാൻ, ആ പാർട്ടിക്കിളിനെ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ. സോ ആൻസർ 2 ആണ് കേട്ടോ. ഈ 3n-c വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല? 3n-c വെച്ച് ചെയ്യുന്ന സമയത്ത് സ്പിയറിൽ 3 ആണ് നമ്മുടെ ഡയമെൻഷൻ, ഇൻറ്റു നമ്പർ ഓഫ് പാർട്ടിക്കിൾ 1 ആണ്, മൈനസ് അവിടെയുള്ള കൺസ്ട്രെയിന് റേഡിയസ് ആണ്, സോ 1. r ഫിക്സഡ് ആണല്ലോ, സോ 1 ആണ്, സോ 2 തന്നെയാണ് ആൻസർ. ഇക്വേഷൻ അപ്പൊ വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്തൂടെ? അങ്ങനെ ചെയ്യാം. ഓക്കെ. In a system of two particles constrained to move along an x-axis, what is the dimensionality of the configuration space? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം. അതായത് 2 പാർട്ടിക്കിൾ ഉണ്ട്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ n ഈക്വൽ ടു 2 ആൻഡ് മൂവ് അലോങ് ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലൂടെ മാത്രമാണ് അത് മൂവ് ചെയ്യണത്. സോ ദ ഡയമെൻഷൻ ഈസ് 1 ഡയമെൻഷൻ മോഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ കോൺഫിഗറേഷൻ സ്പേസിലെ ഡയമെൻഷനാലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. n പാർട്ടിക്കിൾ ഉണ്ട്, d ഡയമെൻഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്നത് n ഇൻറ്റു d ആണ്. n പാർട്ടിക്കിൾസ് ഉണ്ട്, n പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് d എന്നുള്ള ഡയമെൻഷനിലാണ്. സോ 1, 2, 3 എത്ര ഡയമെൻഷൻ ആണെങ്കിലും d എന്നുള്ള ഒരു പർട്ടിക്കുലർ ഡയമെൻഷൻ ആണെങ്കിൽ നമ്മുടെ ഡയമെൻഷനാലിറ്റി ഓഫ് ദ കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറയുന്നത് n ഇൻറ്റു d ആണ്. ഇവിടെ തന്നിരിക്കുന്ന കേസിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 2 ആണ്, ഡയമെൻഷനാലിറ്റി 1 ആണ്. സോ ദ കോൺഫിഗറേഷൻ സ്പേസിലുള്ള ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്നത് 2 ആയിരിക്കും. കിട്ടിയോ? ഇതൊരു ജനറൽ ഇക്വേഷൻ പോലെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n ആണ്, d ഡയമെൻഷനിലാണ് അത് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ കോൺഫിഗറേഷൻ സ്പേസിലെ ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്നത് n ഇൻറ്റു d ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ശരിയായത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ പ്ലാനാർ ഡബിൾ പെൻഡുലം സിസ്റ്റം, വാട്ട് ഈസ് ദ ഡയമെൻഷനാലിറ്റി ഓഫ് ദ കോൺഫിഗറേഷൻ സ്പേസ്? പ്ലാനാർ ഡബിൾ പെൻഡുലം സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, പ്ലെയിൻ ആണ്. സോ 2 ആണ് ഡയമെൻഷൻ, d എന്ന് പറയുന്നത് 2 ആണ്. ഡബിൾ പെൻഡുലം സിസ്റ്റം ആണ്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 2 ആണ്. ഡബിൾ പെൻഡുലം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പെൻഡുലം, ഇവിടെ നിന്ന് വേറൊരു മാസ്, കണക്റ്റഡ് ബോഡി ആയിരിക്കും. സോ ഡബിൾ പെൻഡുലത്തിൽ 2 പാർട്ടിക്കിൾ ആയിരിക്കും. സോ n ഈസ് ഈക്വൽ ടു 2. അപ്പൊ നമ്മൾ ഡയമെൻഷനാലിറ്റി ഓഫ് ദ കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ആണ്. n ഇൻറ്റു d ഇസ് 2 ഇൻറ്റു 2, 4 ആണ് ഇവിടുത്തെ ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്നത്. 4 is the dimensionality of the configuration space. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ. What does D'Alembert's principle state about the sum of the forces in a system in dynamic equilibrium? D'Alembert's principle നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലും ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ വരുന്ന കേസിൽ നമ്മളുടെ എന്താണ് സം ഓഫ് ദ ഫോഴ്സസ് ഇൻ എ സിസ്റ്റം എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ്. സോ സം ഓഫ് ദ ഫോഴ്സസ് ഈസ് 0. സം ഓഫ് ദ ഫോഴ്സസ് ഒരിക്കലും 0 അല്ല. ദ സം ഓഫ് ദ ഫോഴ്സസ് ആൻഡ് ദ ഇന്റേണൽ ഫോഴ്സ് ഈസ് 0 അല്ല. ദ സം ഓഫ് ദ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാസ് ആൻഡ് ദ ആക്സിലറേഷൻ. സം ഓഫ് ദ ഫോഴ്സസ് ആൻഡ് ദ ഇന്റേണൽ ഫോഴ്സ് ഈസ് 0. അതാണ് കേട്ടോ ഓപ്ഷൻ. എന്താന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്. ആ അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, അവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവുകയാണ്. ഓക്കെ, ഈ റിയാക്ഷൻ ഫോഴ്സിനാണ് ഇവിടെ ഇനേർഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ വിർച്വൽ ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, ഒരു ബോഡി ഫിക്സഡ് ആണ്, അതിനുള്ളിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്തുണ്ടാവും, ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ ഇനേർഷ്യൽ ഫോഴ്സ്. അവർ രണ്ടുപേരുടെയും സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒന്ന് അപ്ലൈ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആ ഫോഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് ആ സിസ്റ്റം എന്തുതന്നെയായിരിക്കും, ഇക്വിലിബ്രിയത്തിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഒന്ന് ഒപ്പോസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ നമ്മൾ എഫ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ എന്തുണ്ടാവും,
ഒരു PI ഡോട്ട് ഉണ്ടാവും ആ ബോഡിയിൽ. അത് രണ്ടും കൂടെ ഒപ്പോസ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, സ്റ്റാറ്റിക് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് വീണ്ടും 0 ആയിട്ട് തന്നെ നിൽക്കും. സോ സം ഓഫ് ദ ഫോഴ്സസ് ആൻഡ് ദ ഇനേർഷ്യൽ ഫോഴ്സ് ഈസ് 0. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോളോയിങ്, which of the following is true regarding generalized forces in the context of D'Alembert's principle? Generalized forces are always conservative. Generalized forces are derived from potential energy. Generalized forces include both applied force and inertial force. Generalized forces are the same as reaction force. ഏതാ വരാ? ഏതാ ഒന്ന് നോക്കിയേ. ജനറലൈസ്ഡ് ഫോഴ്സിന്റെ കേസില് ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ പെടും? D'Alembert's പ്രിൻസിപ്പിൾ ആണ് പറയണത്. സോ അവിടെ അപ്ലൈഡ് ഫോഴ്സും വരും, ഇനേർഷ്യൽ ഫോഴ്സും വരും. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി എന്ന് ഡിറൈവ് ചെയ്യുന്നതല്ല, റിയാക്ഷൻ ഫോഴ്സിന്റെ സെയിമും അല്ല. ഓപ്ഷൻ സി ആണ് കേട്ടോ. ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളുടെ അപ്ലൈഡ് ഫോഴ്സ് FAയും വരും. ഇനേർഷ്യൽ ഫോഴ്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് PI ഡോട്ട് ആണ് കേട്ടോ. PI ഡോട്ട് എന്ന് പറയുന്നത് ഇനേർഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് ആണ്. സോ ജനറലൈസ്ഡ് ഫോഴ്സ് ഇൻക്ലൂഡ് ബോത്ത് അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഇനേർഷ്യൽ ഫോഴ്സ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, Lagrange's equation can be derived from which of the following principle? ഇത് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് Lagrange's equation നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്? പറഞ്ഞോ. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ഡൺ പഠിച്ചിട്ടുണ്ട് അല്ലെ? പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ഡൺ പഠിക്കുന്നത് നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ്. D'Alembert's പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡയനാമിക് ഇക്വിലിബ്രിയത്തിൽ വരുമ്പോഴാണ്. ഡയനാമിക് ഇക്വിലിബ്രിയത്തിൽ വരുന്നതാണ്. നമ്മൾ വേരിയേഷൻ കാൽക്കുലസിൽ പഠിക്കുന്ന സമയത്ത് ഹാമിൽട്ടൺ പ്രിൻസിപ്പിളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലഗ്രാഞ്ചസ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരിക D'Alembert's പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ഇത് നമ്മളുടെ ടെക്സ്റ്റിലെ അതേ സെന്റൻസ് ആണ്, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം D'Alembert's പ്രിൻസിപ്പിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. കാരണം ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണോ, പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്കും അതിൽ നിന്നൊരു ചെറിയ വേരിയേഷനേ ഉള്ളൂ നമ്മുടെ D'Alembert's പ്രിൻസിപ്പിളിലേക്ക്. ഓക്കെ, വേരിയേഷൻ കാൽക്കുലസ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഹാമിൽട്ടൺ പ്രിൻസിപ്പിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഒക്കെ വെച്ചിട്ട് നമ്മൾ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആൻസർ D'Alembert's പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ഇത് ടെക്സ്റ്റിൽ നിന്നുള്ള ഡയറക്റ്റ് സെന്റൻസ് ആണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ which of the following quantities is a function of generalized coordinate and velocities? ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷനില് ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെയും വെലോസിറ്റിന്റെയും ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് Q, ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്നത് Q ഡോട്ട്. യെസ്, ലഗ്രാഞ്ചൻ ആണ് ഉത്തരം. ലഗ്രാഞ്ചൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q ഡോട്ട് T. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, what is the primary advantage of using Lagrange's equation over Newton's laws of motion, Newton's laws of system with constraints? They provide simpler form of equation of motion. Primary advantage ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പ്രൈമറി അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതും ഒരു അഡ്വാൻറ്റേജ് ആണ്, ഫസ്റ്റ് പോയിന്റും ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്നാലും നമുക്ക് ബെറ്റർ ആയ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. They eliminate the need to consider reaction force. ഓക്കെ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ നമ്മൾ റിയാക്ഷൻ ഫോഴ്സ്, ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റത്തിനെ സിംപ്ലിഫൈ, അത് സിസ്റ്റം സോൾവ് ചെയ്തെടുക്കുന്നത്. സോ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ആ സിസ്റ്റം എന്ത് ചെയ്യും, ഇല്ലെങ്കിൽ കാൽക്കുലേഷൻ ഒരുപാട് കോംപ്ലക്സ് ആയിരിക്കും.
ഓക്കെ, അപ്പൊ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ കൺസ്ട്രെയിൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ റിയാക്ഷൻ ഫോഴ്സിനെ നമുക്ക് റിയാക്ഷൻ ഫോഴ്സിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദേ എലിമിനേറ്റ് ദ നീഡ് ടു കൺസിഡർ റിയാക്ഷൻ ഫോഴ്സ് ആണ് ഉത്തരം കേട്ടോ. ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓവർ ന്യൂട്ടൺസ് ലോസ് ഓഫ് സിസ്റ്റം, ദേ ആർ ഓൺലി വാലിഡ് ഫോർ കൺസർവേറ്റീവ് സിസ്റ്റം. അങ്ങനെയല്ല, നോൺ കൺസർവേറ്റീവ് സിസ്റ്റത്തിലും നമുക്ക് വാലിഡ് ആണ്. ദേ റിക്വയർ ഫ്യൂവർ കോർഡിനേറ്റ്സ് ടു ഡിസ്ക്രൈബ് ദ സിസ്റ്റം. അതും ശരിയാണ് കേട്ടോ. ഫ്യൂവർ കോർഡിനേറ്റ്സ് മതി നമുക്ക് ലഗ്രാഞ്ചിനിൽ. നമുക്ക് ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ വെലോസിറ്റി ഡിപ്പെൻഡന്റ് പൊട്ടൻഷ്യൽ? വെലോസിറ്റി ഡിപ്പെൻഡന്റ് പൊട്ടൻഷ്യലിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഏതാണ്? നമ്മൾ ഇതൊക്കെ വെച്ച് സോൾവ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബി. ഏതാണ്? ബി. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണോ? ആ. മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ അല്ലേ? അതായത് നമ്മൾ ലഗ്രാഞ്ചൻ സോൾവ് ചെയ്യുന്നത് ഏത് കേസിലാണ്? വെലോസിറ്റി ഡിപ്പെൻഡൻസ് വരുന്നത് എപ്പോഴാന്ന് വെച്ചാല് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യണ കേസാണ്. ഓക്കെ, അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യാന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ആണ്. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ ആണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഉള്ള ലഗ്രാഞ്ചൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? L is equal to half mv² plus q into b dot a പ്ലസ് മൈനസ് Q5 മൈനസ് q into 5. ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ലഗ്രാഞ്ചൻ ആണ് ഇത്. mv², ഹാഫ് mv², അതിന്റെ കൈനറ്റിക് എനർജി ആണ്. ഇതാണ് നമ്മളുടെ വെലോസിറ്റി ഡിപ്പെൻഡന്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ L is equal to T minus U എന്നാണ് പറയാ. ഈ U ആണ് എന്ത്? വെലോസിറ്റി ഡിപ്പെൻഡന്റ് പൊട്ടൻഷ്യൽ. ആ ടേം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ Q എന്ന് പറയുന്നത് ചാർജ് ആണ്. V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ഇവിടുത്തെ V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. A എന്ന് പറയുന്നത് വെക്റ്റർ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, A is the വെക്റ്റർ പൊട്ടൻഷ്യൽ. അതുപോലെ തന്നെ phi എന്ന് പറയുന്നത് നമ്മുടെ സ്കേലാർ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, നമ്മുടെ ലോറൻസ് ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്ന ഒരു ഇക്വേഷൻ ആണത്. ഓക്കെ, ലോറൻസ് ഫോഴ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് Q into B cross B വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം കേട്ടോ. മാറിപ്പോകരുത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി അല്ല, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം ടിപ്പിക്കലി ഇൻവോൾവ് വെലോസിറ്റി ഡിപ്പെൻഡന്റ് പൊട്ടൻഷ്യൽ? എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, എ മാസ് ഓൺ എ സ്പ്രിംഗ്, എ പെൻഡുലം ഇൻ എ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, എ ബ്ലോക്ക് സ്ലൈഡിംഗ് ഇൻ എ ഫ്രിക്ഷൻലെസ് സർഫസ്. ഓക്കെ, ഇവിടെ വെലോസിറ്റി ഡിപ്പെൻഡന്റ് പൊട്ടൻഷ്യൽ വരുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ലഗ്രാഞ്ചിന്റെ വാല്യൂ എന്തായിരുന്നു? ലഗ്രാഞ്ചിന് ഈക്വൽ ടു ഹാഫ് mv² ഇൻറ്റു പറഞ്ഞു ആരും ഇല്ലേ അവിടെ? ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. അതില് നമ്മൾ ലഗ്രാഞ്ചൻ എങ്ങനെ എഴുതാ? ഹാഫ് mv² ഇൻറ്റു ഹാഫ് mv² പ്ലസ് q ഇൻറ്റു b ഡോട്ട് എ മൈനസ് Q5. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെ, പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ, അതിന്റെ ലഗ്രാഞ്ചൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. പക്ഷെ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ലഗ്രാഞ്ചനിൽ എന്ത് മാറ്റാ വരിക ഒന്ന് പറഞ്ഞേ?
ക്യൂവിന്റെ അവിടെ മൈനസ് ഇ. ക്യൂവിന്റെ അവിടെ നമ്മൾ മൈനസ് ഇ കൊടുക്കും. സോ ഇക്വേഷൻ എങ്ങനെ വരും? L is equal to half mv square plus E phi minus E into B dot A. ഓക്കെ, ഇതാണ് ആൻസർ കേട്ടോ. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇക്വേഷനിൽ ക്യൂവിന്റെ സ്ഥാനത്ത് നമ്മൾ ഇലക്ട്രോണിന്റെ ചാർജ് കൊടുക്കുന്നു, മൈനസ് ഇ കൊടുക്കുന്നു. ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് വെലോസിറ്റി ഡിപെൻഡന്റ് പൊട്ടൻഷ്യൽ അഫക്ട് ദ ലഗ്രാഞ്ചിയൻ ഓഫ് എ സിസ്റ്റം? ഇറ്റ് ആഡ്സ് ദ ടേം പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി സ്ക്വയർഡ്. വെലോസിറ്റി സ്ക്വയർ ചെയ്യുന്നതല്ല. It introduces a term linear in velocity. It modifies the kinetic energy term only. It alters the potential term only. ഇത് രണ്ടും അല്ല. ഓക്കെ, നമ്മൾ ഇക്വേഷനിൽ കണ്ട പോലെ തന്നെ Q into V dot A ആണ്. സോ ലീനിയർ ഡിപ്പെൻഡൻസ് ഓൺ വെലോസിറ്റി ആണ്. It introduces a term linear in velocity. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ സ്പീഡ് കൂടുതലാണോ? ഇല്ല മിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, in the presence of velocity dependent potential, what form does generalized force take? Okay, it depends only on position coordinate. It includes a term involving velocity. It derived solely from potential energy. It remains unaffected by the potential. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വെലോസിറ്റി ഡിപെൻഡന്റ് പൊട്ടൻഷ്യൽ ആണ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് എ ടേം ഇൻവോൾവിംഗ് വെലോസിറ്റി. വെലോസിറ്റി ഉള്ള ഒരു ടേം അതിൽ ഉണ്ടാവും. സോ വെലോസിറ്റി ഡിപെൻഡന്റ് പൊട്ടൻഷ്യൽ ആയി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ വെലോസിറ്റി ഡിപെൻഡന്റ് പൊട്ടൻഷ്യൽ? എ പൊട്ടൻഷ്യൽ ദാറ്റ് ചേഞ്ചസ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണോ? ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതല്ല. വെലോസിറ്റി ഡിപെൻഡന്റ് അല്ലേ? അല്ല. The potential that changes with position. Position അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതല്ല. A potential that depends on the velocity of the particles. The potential that depends on the acceleration of the particles. Option C. Velocity dependent എന്ന് പറയുമ്പോൾ it depends on the velocity of the particle. So the potential that depends on the velocity of the particle. Option C ആണ് ശരിയായത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following best describes the relation between centrifugal force and centripetal force? നമ്മൾ റൊട്ടേഷൻ ഡൈനാമിക്സിലേക്ക് വന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സെൻട്രിപീറ്റൽ ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് opposes the centripetal force. Centrifugal force and centripetal force acts in the same direction. സെൻട്രിപീറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കേട്ടോ. ഒന്ന് സെൻട്രിപീറ്റൽ ഫോഴ്സ് ടുവേർഡ്സ് ദ സെന്റർ ആണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എവേ ഫ്രം ദ സെന്റർ ആണ്. ഓക്കെ, എവേ ഫ്രം ദ സെന്റർ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇസ് എ റിയൽ ഫോഴ്സ്. റിയൽ ഫോഴ്സ് അല്ല, ഫിക്ടീഷ്യസ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ബട്ട് സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈസ് ഫിക്ടീഷ്യസ്. നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ബോത്ത് ഫോഴ്സസ് ആർ ഡ്യൂ ടു ഗ്രാവിറ്റി. റൊട്ടേഷൻ മോഷൻ കൊണ്ട് വരുന്നതാണ് രണ്ട് ഫോഴ്സും. സോ ഗ്രാവിറ്റി കൊണ്ടല്ല. So centrifugal force opposes the centripetal force ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, how does the magnitude of centrifugal force change with the increase in rotation speed of the object? Centrifugal force നമ്മൾ റൊട്ടേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? It also increases. Centrifugal force നമ്മൾ റൊട്ടേഷൻ സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. നമ്മളുടെ ഒമേഗ ഇൻറ്റു ഒമേഗ ക്രോസ് വി ആണ് നമ്മളുടെ ഇക്വേഷൻ. സോ ആംഗുലർ വെലോസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇൻ എ റൊട്ടേറ്റിംഗ് സിസ്റ്റം? ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയുള്ളൂ. ഇറ്റ് ഈസ് എവേ ഫ്രം ദ സെന്റർ ഓഫ് ദി സർക്കുലർ പാത്ത്. ടുവേർഡ്സ് ദ സെന്റർ എന്ന് പറയുന്ന സെൻട്രിപീറ്റൽ ആണ്. പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് അല്ല, അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് അല്ല. ഓപ്ഷൻ സി, എവേ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കുലർ പാത്ത് ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ,
How are Euler angles typically used in aerospace and engineering? To measure the distance between two spacecraft. അല്ല, ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനല്ല, നമ്മൾ റൊട്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ ഓറിയന്റേഷൻ മെഷർ ചെയ്യാനാണ് കേട്ടോ. ടു ഡിസ്ക്രൈബ് ദ ഓറിയന്റേഷൻ റൊട്ടേഷൻ ഓഫ് ആൻ എയർക്രാഫ്റ്റ് ഓർ സ്പേസ് ക്രാഫ്റ്റ്. എയർക്രാഫ്റ്റിന്റെയോ സ്പേസ് ക്രാഫ്റ്റിന്റെയോ ഓറിയന്റേഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓയിലർ ആംഗിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. To calculate aerodynamic forces acting on the aircraft to determine the mass distribution of the aircraft അല്ല, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. In the context of Euler angles, what does the term gimbal lock refer? Okay, gimbal lock പുതിയ വാക്കാണ് അല്ലെ. The loss of 1 degree of freedom due to the alignment of two rotational axes, the locking of the rigid body's rotation due to the frictional forces, the sudden increase in rotation speed due to the loss of angular momentum, the physical locking of the gimbals used to measure the Euler angles. അപ്പോൾ നമ്മൾ ഓയിലർ ആംഗിൾസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഗിംബൽസ്. സോ ഇവിടെ നമുക്ക് ഓയിലർ ആംഗിൾസ് ഏതൊക്കെയുണ്ട്, സൈ, തീറ്റ, ഫൈ. ഇത് മൂന്നാണ് നമ്മളുടെ ഓയിലർ ആംഗിൾസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും രണ്ട് റൊട്ടേഷണൽ ആക്സിസ് ഒരുമിച്ച് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്ന് കുറയും. ഓക്കെ, രണ്ട് ആക്സിസ് സിമിലർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അത് പരസ്പരം അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, രണ്ടിനും കൂടെ നമുക്ക് ഒരാക്സിസ് മാത്രം നമുക്ക് മെഷർ ചെയ്താൽ മതി, ഒരാക്സിസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ മതി. സോ അവിടെ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം കുറയാണ്. ഓക്കെ, സോ അലൈൻമെന്റ് ഓഫ് ടു റൊട്ടേഷണൽ ആക്സിസ്, ഈ അലൈൻമെന്റ് കാരണം നമുക്ക് എന്ത് സംഭവിക്കുന്നു, അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്ന് കുറയുകയാണ്. ഇതിനാണ് നമ്മൾ ഗിംബൽ ലോക്ക് എന്ന് പറയുന്നത്. ഗിംബൽ ലോക്ക്. ഓക്കെ, നമുക്ക് റൊട്ടേഷണൽ ആക്സിസിൽ ഏതെങ്കിലും രണ്ട് ആക്സിസ് ഒരുമിച്ച് അലൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്ന് കുറയുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ ഗിംബൽ ലോക്ക് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. In a dissipative system, the presence of limit cycle implies. ഒരു ഡിസിപ്പേറ്റീവ് സിസ്റ്റത്തിൽ ലിമിറ്റ് സൈക്കിളിന്റെ പ്രസൻസ്. ഡിസിപ്പേറ്റീവ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എനർജി ലോസ് ചെയ്യുന്ന സിസ്റ്റം ആണ്. ഓക്കെ, എനർജി ലോസ് ഉണ്ടാവുന്ന സിസ്റ്റം. ലിമിറ്റ് സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു സ്റ്റേബിൾ ട്രജക്ടറി പാത്താണ്. നമ്മളുടെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേബിൾ ട്രജക്ടറി പാത്താണ്. ഒരു ഡിസിപ്പേറ്റീവ് സിസ്റ്റത്തിൽ എനർജി ലോസ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേബിൾ പാത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അതിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലോസ് ആവുന്ന എനർജിക്ക് അനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യണം, ഇൻപുട്ട് ആയിട്ട് എനർജി കിട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇൻപുട്ട് എനർജി, ലോസ് ഓഫ് എനർജിക്ക് ക്രമാതീതമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഇൻപുട്ട് എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഫ്രീസ് ട്രജക്ടറി ലിമിറ്റ് സൈക്കിൾ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതിന് ഒരു ഫിക്സഡ് പാത്ത് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റില്ല. സോ ഇൻ എ ഡിസിപ്പേറ്റീവ് സിസ്റ്റം ദ പ്രസൻസ് ഓഫ് ലിമിറ്റ് സൈക്കിൾ ഇംപ്ലൈസ് എനർജി കൺസർവേഷൻ അല്ല, പീരിയോഡിക് എനർജി ഇൻപുട്ട് ആണെന്ന് പറയാൻ പറ്റില്ല. പീരിയോഡിക്, അത് കാരണം ഇൻപുട്ട് മാത്രമേ പറയാനുള്ളൂ, കാരണം ഔട്ട്പുട്ട് പറയുന്നില്ലല്ലോ. അങ്ങനെ നമ്മളുടെ സിസ്റ്റം എന്ത് ചെയ്യും, ലാർജർ സൈക്കിളിലേക്ക് വരേണ്ടി വരും. കണ്ടിന്യൂസ് എനർജി ലോസ്, പീരിയോഡിക് എനർജി ഇൻപുട്ട് ആൻഡ് കണ്ടിന്യൂസ് എനർജി ലോസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ശരിയാന്ന് പറയാൻ പറ്റും. എനർജി ഡിസിപ്പേഷൻ ആൻഡ് ഇൻപുട്ട് ബാലൻസ്, നമുക്ക് എത്രത്തോളം എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നോ അതിന് ഈക്വൽ എമൗണ്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇൻപുട്ടിൽ എനർജി കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ സ്റ്റേബിൾ പാത്ത് നമ്മളുടെ സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, എനർജി ഡിസിപ്പേഷൻ ആൻഡ് ഇൻപുട്ട് ബാലൻസ്. ക്ലിയർ ആയോ? യെസ് മിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The key characteristic of a limit cycle is. ലിമിറ്റ് സൈക്കിളിന്റെ കീ ക്യാരക്ടറിസ്റ്റിക് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾവേസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ലീനിയർ സിസ്റ്റം. ലീനിയർ സിസ്റ്റത്തിലല്ല, നോൺ ലീനിയർ സിസ്റ്റത്തിലാണ് ലിമിറ്റ് സൈക്കിൾ വരിക. ഇറ്റ് ഈസ് ഓൾവേസ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ അല്ല. നിയർ ബൈ ട്രാജക്ടറീസ് ഐദർ കൺവേർജ് ഓർ ഡൈവേർജ്. അത്
ശരിയാണ്. ഒന്നുകിൽ അതിന്റെ അതായത് ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് സ്റ്റേബിൾ പാത്ത് ആണ്. അതിന് പുറത്തും എന്തുണ്ടാവാം, ട്രാജക്ടറീസ് ഉണ്ടാവും. അത് എപ്പോഴും എന്ത് ചെയ്യും, ഈ ലിമിറ്റ് സൈക്കിളിലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, പുറത്തുനിന്നുള്ള പാത്തും കൺവേർജ് ചെയ്യും, ഉള്ളിലുള്ള പാത്തും എന്ത് ചെയ്യും, ഉള്ളിലുള്ള സൈക്കിൾ ആണെങ്കിൽ അതും ഇതിലേക്ക് തന്നെ ഡൈവേർജ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ നിയർ ബൈ ട്രാജക്ടറീസ് ഐദർ കൺവേർജ് ഓർ ഡൈവേർജ് ആണ് ശരിയായ ഉത്തരം. ഇറ്റ് ക്യാൻ ഓൺലി ബി ഒബ്സർവ്ഡ് ഇൻ കൺസർവേറ്റീവ് സിസ്റ്റം. കൺസർവേറ്റീവ് സിസ്റ്റത്തിൽ മാത്രമല്ല, ഡിസിപ്പേറ്റീവ് അല്ലെങ്കിൽ നോൺ കൺസർവേറ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ലിമിറ്റ് സൈക്കിൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദ ഓയിലർ ആംഗിൾസ് തീറ്റ, ഫൈ, സൈ ഉണ്ട്. ഓയിലർ ആംഗിൾസ് 3 ഉണ്ടല്ലോ, തീറ്റ, ഫൈ ആൻഡ് സൈ റെപ്രസെന്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിജിഡ് ബോഡി മോഷൻ. റിജിഡ് ബോഡി മോഷനിൽ എന്താണ് ഓയിലർ ആംഗിൾസ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ റിജിഡ് ബോഡി ഇൻ സ്പേസ്. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് അല്ല, റൊട്ടേഷൻ മോഷൻ അല്ലേ. ദ ആംഗുലർ മൊമെന്റം കമ്പോണന്റ് ഓഫ് ദ റിജിഡ് ബോഡി. ആംഗുലർ മൊമെന്റം കമ്പോണന്റ് അല്ല. ഓയിലർ ആംഗിൾസ്, the 3 angles that describe the orientation of the rigid body. റൊട്ടേഷനും ഓറിയന്റേഷനും ആണ് നമ്മൾ പറഞ്ഞു. സോ ഓയിലർ ആംഗിൾസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓറിയന്റേഷൻ ഓഫ് ദ റിജിഡ് ബോഡി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, the 3 angles that describe the orientation of the rigid body. The principal moment of inertia of a rigid body അല്ല. ഓപ്ഷൻ ഡിയും അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, in the standard convention, which of the following sequence correctly represent the rotation described by the Euler angles? Euler angles ന്റെ റൊട്ടേഷന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ഓർഡർ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് റൊട്ടേഷൻ അബൌട്ട് സെഡ് ആക്സിസ്, ദെൻ റൊട്ടേഷൻ അബൌട്ട് വൈ ആക്സിസ്, ദെൻ റൊട്ടേഷൻ അബൌട്ട് എക്സ് ആക്സിസ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, സീക്വൻസ് ഓയിലർ ആംഗിൾസിന്റെ റൊട്ടേഷൻ വരുന്ന സമയത്ത് നമുക്ക് സെഡ്, വൈ, എക്സ് ഈ ഓർഡറിലാണ് നമുക്ക് റൊട്ടേഷൻ ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is true regarding the relationship between Euler angles and the orientation of the rigid body? Euler angles are independent of the chosen coordinate system. അല്ല, ഇൻഡിപെൻഡന്റ് അല്ല, കോർഡിനേറ്റ് സിസ്റ്റത്തിന് ഡിപെൻഡന്റ് ആണ്. The Euler angles can be directly measured without knowing the initial orientation. ഇനീഷ്യൽ ഓറിയന്റേഷൻ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കി റൊട്ടേഷൻസ് നടത്തുന്നത്. സോ ഇനീഷ്യൽ ഓറിയന്റേഷൻ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഓയിലർ ആംഗിൾസ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതല്ല, ഇനീഷ്യൽ ഓറിയന്റേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓയിലർ ആംഗിൾസ് ആർ യുണീക് ഫോർ എനി ഗിവൺ ഓറിയന്റേഷൻ ഓഫ് ദ റിജിഡ് ബോഡി. അല്ല, അതിന്റെ റൊട്ടേഷൻ അനുസരിച്ച് നമുക്ക് മാറാൻ പറ്റും. Euler angles describe the orientation of the rigid body related to a fixed coordinate system. ഒരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിന് അനുസരിച്ചിട്ട് അതിന്റെ റിജിഡ് ബോഡിയുടെ ഓറിയന്റേഷൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഓയിലർ ആംഗിൾസ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓയിലർ ആംഗിൾസ് ഡിസ്ക്രൈബ് ദ ഓറിയന്റേഷൻ ഓഫ് എ റിജിഡ് ബോഡി റിലേറ്റീവ് ടു എ ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, how does Hamilton's principle state about the actual path taken by the system? Hamilton principle of least action നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, സോ ഇറ്റ് മാക്സിമൈസ് അല്ല, മാക്സിമൈസ് നോക്കുക വേണ്ട, മാക്സിമൈസ് അല്ല. ഇറ്റ് മിനിമൈസസ് ദ പൊട്ടൻഷ്യൽ എനർജി അല്ല. ഇറ്റ് മിനിമൈസസ് ദ ആക്ഷൻ ഇന്റഗ്രൽ. നമ്മുടെ ആക്ഷൻ ഇന്റഗ്രലിനെ മിനിമൈസ് ചെയ്യുന്നതാണ് എന്ത്, ഹാമിൽട്ടൺസ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ S ഇന്റഗ്രൽ LDT ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഹാമിൽട്ടൺ പ്രിൻസിപ്പൽ ആക്ഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, the action integral in Hamilton principle is the integral of which quantity over time? Okay, നമ്മൾ ആക്ഷൻ ഇന്റഗ്രൽ പറഞ്ഞു. ആക്ഷൻ ഇന്റഗ്രൽ ഇൻ ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ ഏത് വാല്യൂയുടെ ഇന്റഗ്രൽ ആണ് നമ്മൾ ചെയ്യുക,
S is equal to integral over L dt. L dt എന്ന് പറയുമ്പോൾ ലഗ്രാഞ്ചിയൻ ആണ്, ലഗ്രാഞ്ചിയൻ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ദ ലഗ്രാഞ്ചിയൻ ഓഫ് ദ സിസ്റ്റത്തിന്റെ ഇന്റഗ്രൽ ആണ് നമ്മുടെ ഹാമിൽട്ടൺ പ്രിൻസിപ്പിളില് ആക്ഷൻ ഇന്റഗ്രലിൽ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ ക്യാൻ ബി യൂസ്ഡ് ടു ഡിറൈവ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ആളാണ് ആര്? ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, നമ്മൾ വേരിയേഷൻ പ്രിൻസിപ്പിൾ ഒക്കെ യൂസ് ചെയ്തിട്ട് വേരിയേഷൻ കാൽക്കുലസിൽ നമ്മൾ ഹാമിൽട്ടൺ പ്രിൻസിപ്പിളിൽ നിന്നും ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. In the context of Hamilton's principle, Lagrangian is defined as which of the following? Lagrangian is the L is equal to T minus V ആണ്. It is the difference between kinetic energy and potential energy. Lagrangian is defined as the difference between kinetic energy and the potential energy. Sum of the kinetic energy and potential energy H ആണ്, പ്രൊഡക്റ്റ് അല്ല, റേഷ്യോ അല്ല. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following best describes the action in Hamilton's principle? The difference between the kinetic and potential energy of the system over time, the time integral of the Lagrangian, the spatial integral of the force, the product of the energy and time. It describes the action in Hamilton's principle integral of L dt ആണ് കേട്ടോ. സോ ടൈം ഇന്റഗ്രൽ ഓഫ് ലഗ്രാഞ്ച്. ഇത് റിലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ വായിച്ചു. ആ 3 ക്വസ്റ്റ്യൻ 3 ടൈപ്പിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് രീതിയിൽ വന്നാലും നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിലാണ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുക കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കുന്ന കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിക്കാം. ടൈം ഇന്റഗ്രൽ ഓഫ് ദ ലഗ്രാഞ്ചിയൻ ആണ് ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, when applying variational calculus to derive Lagrange's equation, which quantity is typically varied? നമ്മൾ എന്ത് ഇന്റഗ്രൽ എടുക്കുക? പാത്ത് ഇന്റഗ്രൽ ആണ് എടുക്കുക കേട്ടോ. പാത്ത് ഇന്റഗ്രൽ ഓഫ് എൽ ഡി ടി. ആക്ഷൻ applying variational calculus to derive Lagrange's equation, which quantity is typically varied? Path taken by the system. External forces acting on the system അല്ല, ടൈം ഇന്റർവൽ അല്ല, കൈനറ്റിക് എനർജി അല്ല. ഓക്കെ, വേരിയേഷണൽ കാൽക്കുലസിൽ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പാത്ത് ടേക്കൺ ബൈ ദ സിസ്റ്റം ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വേരിയേഷണൽ കാൽക്കുലസ് വാട്ട് ഡസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ റെഫർ ടു? The path of the system that minimizes kinetic energy. Kinetic energy minimize ചെയ്യുന്നതല്ല, നമ്മുടെ action minimize ചെയ്യുന്നതാണ്. The trajectory that minimizes the action integral. Okay, the trajectory that minimizes the action integral. The state of maximum potential energy അല്ല, the point where the forces are in equilibrium അല്ല. Option B ആണ് ശരിയായ ഉത്തരം. The trajectory that minimizes the action integral. Option B. അടുത്ത ക്വസ്റ്റ്യൻ, which mathematical tool is essential in variational calculus to derive the equation of motion? Which mathematical tool is essential in variational calculus to derive equations of motion? Integral calculus, differential calculus, Euler-Lagrange's equation, Fourier series. Okay, variational calculus നമുക്ക് equation of motion derive ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് Euler-Lagrange ഇക്വേഷൻ ആണ് കേട്ടോ. Euler-Lagrange ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വേരിയേഷണൽ കാൽക്കുലസ് വാട്ട് ഡസ് ദ ഫംഗ്ഷൻ റെപ്രസെന്റ്? The function represent the function of a single variable, the function of a vector, the function maps functions to scalars, the function that maps vectors to matrices. ഇവിടെ ആൻസർ വരുന്നത്
the function that maps functions to scalar. Option C ആണ് ട്ടോ. Function represent the function that maps function to scalar. നമ്മുടെ ലഗ്രാഞ്ചിന് ഒരു സ്കെയിലർ അല്ലേ? What is the primary goal of variational calculus in classical mechanics? To determine the potential energy of the system, to find the path that maximizes the energy, to derive Lagrange's equation from Hamilton principle, to calculate kinetic energy of the system. ഇവിടെ നമ്മൾ വേരിയേഷണൽ കാൽക്കുലസിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് വേരിയേഷണൽ കാൽക്കുലസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാമിൽട്ടൺ പ്രിൻസിപ്പിളിൽ നിന്ന് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനാണ് കേട്ടോ. ഹാമിൽട്ടൺ പ്രിൻസിപ്പിളിൽ നിന്ന് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനാണ് നമ്മൾ വേരിയേഷണൽ കാൽക്കുലസ് പ്രൈമറിലി യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റ് described by a planet under the influence of a central gravitational force according to Kepler's first law? Orbit of the planet എന്ന് പറയുമ്പോൾ Kepler's first law അനുസരിച്ച് നമുക്ക് അത് ഫോളോ ചെയ്യുന്ന പാത്ത് എലിപ്സ് ആണ് കേട്ടോ. ഓക്കെ, എലിപ്റ്റിക്കൽ പാത്ത് ആയിരിക്കും നമ്മളുടെ ഓർബിറ്റ് ഓഫ് ദ പ്ലാനറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ മിസ്, ഈ വേരിയേഷണൽ കാൽക്കുലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേരിയേഷണൽ കാൽക്കുലസ് എന്ന് വെച്ചാൽ നമ്മൾ ഹാമിൽട്ടൺ പ്രിൻസിപ്പിള് നമ്മൾ പഠിക്കുകയാണ്. ആ ഹാമിൽട്ടൺ പ്രിൻസിപ്പിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ അവിടെ എനർജി ഓഫ് ദ സിസ്റ്റം വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യണത്. സിസ്റ്റത്തിന്റെ എനർജി വെച്ചിട്ടാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഡെറിവേഷനിലേക്കൊന്നും നിങ്ങൾ പോകണ്ട. അത് എന്തായാലും നമ്മൾ ഒരു 2 സ്റ്റേജിലൊക്കെ ഡെറൈവ് ചെയ്ത് നമ്മൾ MSc ഒക്കെ ചെയ്യുന്നതാണ്. വേരിയേഷണൽ കാൽക്കുലസും നമുക്ക് എസ്സേ പോലെ വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഹാമിൽട്ടൺ പ്രിൻസിപ്പിളിലാണ് അതില് ബാക്കി നമ്മൾ ഡിഫറൻസിയേഷൻ ഒക്കെ ചെയ്ത് ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. അത് നമുക്ക് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാറുണ്ടായിരുന്നു. d by dt of dou L by dou Qj dot minus dou L by dou Qj equal to 0. ഓയിലർ ലഗ്രാഞ്ചസ് ഇക്വേഷൻ നമുക്ക് അതിന്, അതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിനൊക്കെ നമുക്ക് അതിന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, in the Kepler problem, what does the area swept by the line connecting the two bodies represent according to Kepler's second law? Kepler's second law അനുസരിച്ചിട്ട് what does the area swept by the line connecting the two bodies represent? അതായത് നമുക്കിപ്പോ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഉണ്ട്, എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് നമ്മളുടെ പ്ലാനറ്റ് മൂവ് ചെയ്യണത്. ഓക്കെ, ഇവിടെ സെമി മേജർ ആക്സിസ് ഉണ്ട്, സെമി മൈനർ ആക്സിസ് ഉണ്ട്. ഇവിടെ നമ്മളുടെ ഇതിൽ ഏതെങ്കിലും ഒരു ഫോസൈലായിരിക്കും നമ്മളുടെ സൺ ഉണ്ടാവുക. ഓക്കെ, ഈ സണ്ണിന്റെ അടുത്തുകൂടെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മളുടെ പ്ലാനറ്റ് ലാർജർ ഏരിയ കവർ ചെയ്യും. പിന്നെ സണ്ണിന്റെ ദൂരെയുള്ള ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? ഒരു സ്മോളർ ഏരിയ മാത്രമേ നമ്മളുടെ പ്ലാനറ്റ് കവർ ചെയ്യുള്ളൂ. കാരണം ഇത് അവർ കവർ ചെയ്യുന്ന ഏരിയ ആണ്. ഓക്കെ, ഇത് എന്താന്ന് വെച്ചാല് ലോങ്ങർ ഡിസ്റ്റൻസ് ആവുന്ന സമയത്തും ഷോർട്ടർ ഡിസ്റ്റൻസ് ആവുന്ന സമയത്തും ഇവിടെ എടുക്കുന്ന ടൈം വ്യത്യാസമുണ്ട്. ഓക്കെ, നമ്മൾ കവർ ചെയ്യുന്ന ഏരിയ സെയിം ആണ്, പക്ഷെ ആ ഡിഫറൻസ് ഇൻ ടൈം, അതായത് ഇവിടെ ഒരു ഷോർട്ടർ ഇന്റർവെൽ ഓഫ് ടൈം ആണെങ്കിൽ ഇവിടെ ഒരു ലാർജർ ഇന്റർവെൽ ഓഫ് ടൈം ആയിരിക്കും എടുക്കുക, ഡിസ്റ്റൻസ് അടുത്തായതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഈ ഏരിയ എടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആണ്. ആംഗുലർ മൊമെന്റം ആണ് ഇവിടെ കൺസേർവ് ചെയ്യപ്പെടുന്നത്. അക്കോർഡിംഗ് ടു കെപ്ലർ സെക്കൻഡ് ലോ നമുക്ക് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആണ് അവിടെ നടക്കുന്നത്. Okay, the area swept by the lines connecting the two bodies represent, according to Kepler's second law, the conservation of angular momentum ആണ് ഇവിടെ നടക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ 2 ഏരിയ ഉണ്ട്. ഈ 2 ഏരിയയും എടുക്കാൻ
കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോറി, സെയിം അല്ല, ഏരിയ സെയിം ആയിരിക്കും, പക്ഷെ ആ ടൈം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഓപ്ഷൻ സി, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ കെപ്ലർ പ്രോബ്ലം? കെപ്ലർ പ്രോബ്ലത്തില് ഏത് ക്വാണ്ടിറ്റി ആണ് ഇവിടെ കോൺസ്റ്റന്റ് ആയി നിന്നിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആംഗുലർ മൊമെന്റ് ആണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി, ആംഗുലർ മൊമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, Kepler's third law states that the square of the orbit period of the planet is proportional to which of the following? Okay, Kepler's third law പറയുന്നത് എന്താ? T square is proportional to a cube. T square proportional to a cube ആണ്. അതായത് ടൈം പീരീഡ് എന്ന് പറയുന്നത് അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നതിന്റെ സ്ക്വയർ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മളുടെ സെമി മേജർ ആക്സിസിലെ ആ ആക്സിസിന്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സെമി മേജർ ആക്സിസ് ഓഫ് ദ ഓർബിറ്റ് ക്യൂബ്. The square of the orbit period of the planet is proportional to T square proportional to a cube. Equation ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, in the context of Kepler problem, what is the significance of the eccentricity of the orbit? Orbitന്റെ eccentricity of the orbit. എക്സെൻട്രിസിറ്റിയെ കുറിച്ചാണ് ചോദിച്ചത്. നമുക്ക് ഒരു എക്സെൻട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് സിസ്റ്റം ഉണ്ട് എന്ന് വിചാരിക്കുക. സപ്പോസ് സർക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. സർക്കിളിന്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. എക്സെൻട്രിസിറ്റി 0 ആണ് സർക്കിളിന്റെ എക്സെൻട്രിസിറ്റി. അതായത് ഒരു പെർഫെക്റ്റ് ഷേപ്പ് ആണ് എന്ത് സർക്കിൾ എന്ന് പറയുന്നത്. എക്സെൻട്രിസിറ്റി കൂടുന്തോറും എന്ത് സംഭവിക്കും? ഈ സർക്കിളിൽ നിന്ന് നമ്മളുടെ ഷേപ്പ് മാറി മാറി പോകും. അതായത് എക്സെൻട്രിസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സർക്കിളിൽ നിന്നും എത്രത്തോളം നമ്മുടെ ഷേപ്പ് വേരി ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇപ്പോ എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 0 to 1 ആണ് നമ്മളുടെ എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അതായത് സർക്കിളിൽ നിന്ന് അത് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു, അതിന്റെ ഷേപ്പ് ഡീവിയേറ്റ് ചെയ്തു എന്ന് ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ എക്സെൻട്രിസിറ്റി കൊണ്ട് യൂസ് ചെയ്യണത്. So in the context of Kepler problem, what is the significance of the eccentricity of an orbit? It determines the type of the conic section of the orbit represent. ഇവിടെ നോക്കുക, അപ്പൊ എലിപ്സ് ആവുന്ന സമയത്തുള്ള കോണിക് സെക്ഷൻ അല്ല സർക്കിൾ ആവുന്ന സമയത്തുള്ള കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡിറ്റർമിൻസ് ദ ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻ ഓഫ് ദ ഓർബിറ്റ് റെപ്രസെന്റ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെറുതാവും തോറും, അതായത് സെമി മേജർ ആക്സിസ് സെമി മൈനർ ആക്സിസും അവിടെ ഒരു ബൾജിങ് വരും തോറും എന്ത് ചെയ്യണം? അവിടെ സ്വെപ്റ്റ് ചെയ്യുന്ന കോണിക് സെക്ഷൻ ആണ് അവിടെ എന്ത് ചെയ്യണത്? വേരിയേഷൻ സംഭവിക്കുന്നത്. സോ ഇറ്റ് ഡിറ്റർമിൻസ് ദ ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻ the orbit represent. Mass of the orbiting body represent ചെയ്യുന്നില്ല, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് അല്ല, ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ഓർബിറ്റിംഗ് ബോഡി അല്ല. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following best describes the role of Hamilton-Jacobi equation in classical mechanics? It provides a method to solve system using only energy conservation. It simplifies finding canonical transformation by using the principal function. It replaces the need for Lagrangian mechanics entirely. It is used primarily to determine potential energy in the system. Hamilton-Jacobi equation എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമ്മളുടെ ഇക്വേഷൻസ് മാറാതെ തന്നെ എന്ത് ചെയ്യാണ്? അവിടെ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കണം. അതാണ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ എ എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്, എ ഡാഷ് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇവിടെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എ ഡാഷിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച്, അവിടെ ഉണ്ടാവുന്ന കോർഡിനേറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ എന്താ പറയാ? കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ. അതായത്
ഇവിടെയുള്ളത് ഇപ്പൊ മലയാളത്തിലുള്ള അതേ സംഭവം നമ്മൾ തമിഴിൽ എഴുതി എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതി എങ്ങനെ ഉണ്ടാവും. പക്ഷെ സെയിം സംഭവം തന്നെയാണ്, നമ്മൾ അതിനെ എന്ത് ചെയ്യണു, ലാംഗ്വേജ് മാറ്റുന്നു. അതാണ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കേട്ടോ. സോ ഇറ്റ് സിംപ്ലിഫൈസ് ഫൈൻഡിങ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ബൈ യൂസിങ് ദ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a characteristic of Hamilton-Jacobi equation? It is a first order partial differential equation. It is a second order differential equation. It only applies to systems with velocity dependent potential. It cannot be used in generalized coordinates. Okay. Generalized coordinate use ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തെറ്റാണ്. It only applies to a system with velocity dependent potential. അതല്ല, നമുക്ക് എല്ലാ സിസ്റ്റത്തിലും യൂസ് ചെയ്യാം. It is a second order or first order Hamilton. Hamilton principle എപ്പോഴും ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഹാമിൽട്ടോണിയൻ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ലെഗ്രാഞ്ചിയൻ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ലെഗ്രാഞ്ചിയൻ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നതാണ്. ഹാമിൽട്ടോണിയൻ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യലിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. In Hamilton-Jacobi formulation, what does the principal function SQ, T represent? Okay, the total energy of the system, the action integral evaluated along the actual path, the Lagrangian of the system, the momentum of the system. Okay, SQ, T എന്ന് പറയുന്നത്, S എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ആണ്. സോ Lagrangian of the system അല്ല, momentum of the system അല്ല, energy, total energy അല്ല, the action integral evaluated along the actual path ആണ് കേട്ടോ. ഹാമിൽട്ടൺ-ജക്കോബി ഫോർമുലേഷനില് SQ, T എന്ന് പറയുന്നത് ആക്ഷൻ ഇന്റഗ്രൽ ഇവാലുവേറ്റഡ് അലോങ് ദ ആക്ച്വൽ പാത്ത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മിസ്. പിന്നെ